ഹായ് ഫ്രണ്ട്സ്, ഐ ആം റഷീദ് അലി, ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ്. ഇന്ന് സ്റ്റുഡൻസ് ഫ്രം ക്യാമ്പസ് എന്ന പ്രോഗ്രാമിൽ നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ പോളിയാണ്. അപ്പോൾ നോർമലി നമ്മൾ സ്റ്റുഡൻസ് ഫ്രം ക്യാമ്പസിൽ പ്രോഗ്രാമിനകത്ത് സ്റ്റുഡൻസ് ആണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇന്ന് നമ്മളൊരു പുതിയ ഒരു ടേണാണിത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഡോക്ടറെ അടുത്ത് നമുക്ക് ബൾഗേറിയയിൽ MBBS കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, കാരണം ഒത്തിരി ആളുകൾക്ക് അറിയാൻ താല്പര്യമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡോക്ടറെ അടുത്ത് കാര്യങ്ങളെല്ലാം, പ്രോഗ്രാം എങ്ങനെ, പ്രോഗ്രാം കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, UK പോകണമെങ്കിൽ സ്റ്റെപ്സ് എന്താണ്, അതല്ല അതർ യൂറോപ്യൻ കൺട്രിയിലേക്ക് മൂവ് ചെയ്യാനുള്ള സ്റ്റെപ്സുകൾ എന്താണ്, എല്ലാം വിശദമായിട്ട് നമുക്ക് ചോദിക്കാം. ഓക്കെ, ഹായ് ഡോക്ടർ. Hello, good morning. Good morning. How are you? I'm good, thank you. How are you all? Hope you're all well. Okay, thank you. ആക്ച്വലി ഇപ്പോൾ ഡോക്ടർ ഉള്ളത് പ്രോഗ്രാം ബൾഗേറിയയിൽ നിന്ന് കഴിഞ്ഞ ശേഷം UK തോന്നുന്നു അല്ലേ? അതെ, ഞാൻ UK സ്കോട്ട്ലൻഡ് ഗ്ലാസ്കോ എഡിൻബറോയ്ക്ക് ഇടയ്ക്ക് ഒരു സ്ഥലത്ത് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ ഇപ്പം ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ജസ്റ്റ് കയറിയിട്ട്. ഓക്കെ. അപ്പോൾ പൊതുവെ സ്റ്റുഡൻസിന് അറിയാനുള്ളത് ഇപ്പോൾ പഴയ രീതിയിലല്ല. ഇപ്പോൾ സ്റ്റുഡൻസ് പൊതുവെ എല്ലാത്തിനും അവെയറാണ്. പ്രോഗ്രാം ജസ്റ്റ് MBBS കൊണ്ട് കാര്യമില്ല, MBBS കഴിഞ്ഞ് കഴിഞ്ഞാൽ PG എങ്ങനെ, അതുപോലെ തന്നെ ഇപ്പോൾ പൊതുവെ ഒരു തോട്ട് ഉണ്ടാവും. ഇപ്പോൾ MBBS നിങ്ങൾക്കറിയാം, അബ്രോഡിൽ 25 ലക്ഷം മുതൽക്ക് പാക്കേജ് ഉണ്ട്. പക്ഷേ ബൾഗേറിയ പോലുള്ള കൺട്രികൾ, ഇപ്പോൾ ബൾഗേറിയ ഇപ്പോൾ ഈ വർഷം 2024 മാർച്ച് 31 കൂടെ ഷെങ്കൻ കൺട്രിയിൽ ആഡ് ചെയ്തു അല്ലേ? അപ്പോൾ അതിന്റെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു കൺട്രിയിൽ പഠിച്ചിറങ്ങണമെങ്കിലും ഏകദേശം 55-60 ലക്ഷം ചെലവ് വരുന്നുണ്ട് അല്ലെ? അപ്പൊ ഇത്രയും ചെലവാക്കുന്നതിലുള്ള ബെനിഫിറ്റ് എന്താണ്? 20-25 ലക്ഷം കൊണ്ട് MBBS കിട്ടാനില്ലേ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഡോക്ടറെ അടുത്ത് പൊതുവെ ബൾഗേറിയയിലെ MBBS പ്രോഗ്രാമിനെ പറ്റി ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് പറയുകയാണെങ്കിൽ സ്റ്റുഡൻസ് അത് വളരെ ഉപകാരപ്പെടും. ബൾഗേറിയയിൽ യൂഷ്വലി 6 വർഷമാണ് ടീച്ചിങ് ഇൻക്ലൂഡിങ് ഇന്റേൺഷിപ്പ്. ആദ്യത്തെ ഫസ്റ്റ് 5 years ടീച്ചിങ് ബേസ്ഡ്, പിന്നെ 3rd year തൊട്ട് ക്ലിനിക്കൽ റൊട്ടേഷൻസ് തുടങ്ങും. 3rd year 4th 5th year ക്ലിനിക്കൽ റൊട്ടേഷൻസ് ഉണ്ട്. ഹോസ്പിറ്റലിൽ പോയി നമ്മൾ പേഷ്യന്റോട് ഇന്ററാക്ട് ചെയ്യും. പേഷ്യന്റായിട്ടുള്ള ഫിസിക്കൽ എക്സാമിനേഷൻ, പേഷ്യന്റ് ഹിസ്റ്ററി, അതെല്ലാം അവര് നമ്മളെ പഠിപ്പിക്കും. ഓരോ മോഡ്യൂളിന്റെ ഭാഗമായിട്ട് അത് പഠിപ്പിക്കും. അത് കഴിഞ്ഞ് 6th year ഇന്റേൺഷിപ്പ് ആണ്. അത് റൊട്ടേഷണൽ ഇന്റേൺഷിപ്പ്. അത് ഓരോ ഡിപ്പാർട്ട്മെന്റ് അവരിങ്ങനെ ഡേയ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇന്റേണൽ മെഡിസിൻ 85 days, ജനറൽ മെഡിസിൻ 3 weeks, അങ്ങനെ ഓരോ റൊട്ടേഷൻ അവര് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതങ്ങനെ 6 റൊട്ടേഷൻസ്. ആ റൊട്ടേഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത്, ഓരോ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സാം ഉണ്ട്, സ്റ്റേറ്റ് എക്സാം എന്ന് പറയും. അത് നമ്മൾ 3rd year 4th 5th year എല്ലാം പഠിച്ചത് അവര് അതിൻ്റെ അകത്ത് എക്സാമിനേഷൻ ചെയ്യും. അത് കഴിയുമ്പോൾ നമ്മൾ ഗ്രാജുവേറ്റ് ആവും. ആ 6th year ഇന്റേൺഷിപ്പ് ഇസ് ഇക്വലന്റ് ടു, ഇപ്പൊ UK ഇവിടെ പഠിക്കുമ്പോൾ 5 years കോഴ്സാണ്. അപ്പം 6th year എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇന്റേൺഷിപ്പ്, അത് അവർ ഹോസ്പിറ്റലിൽ ഫൗണ്ടേഷൻ ഇയർ 1 എന്ന് പറയും. അത് നമ്മൾ ബൾഗേറിയ ഇൻക്ലൂഡഡ് ഇൻ അവർ സ്റ്റഡീസ്. ഡോക്ടർ പറഞ്ഞു ബൾഗേറിയൻ MBBS കഴിഞ്ഞ് 6 വർഷം കഴിഞ്ഞ് നിങ്ങൾ UK പോവാണെന്നുണ്ടെങ്കിൽ അവിടെ F1 ചെയ്യേണ്ടതില്ല എന്നർത്ഥം അല്ലെ? അതെ, ചെയ്യണമെന്നില്ല. ഇഫ് പ്രാക്ടീസിന് വേണ്ടി ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. പക്ഷെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F1 അവിടെ കംപ്ലീറ്റ് ആയതുകൊണ്ട് നമുക്ക് ഫുൾ GMC ലൈസൻസ് കൊണ്ടാണ് തരുന്നത്. ഇവിടുത്തെ GMC കൗൺസിൽ തരുന്നത്. ഇവിടെ 5 years കഴിയുമ്പോൾ അവർ ഫുൾ കൊടുക്കത്തില്ല, പ്രൊവിഷണൽ GMC ലൈസൻസ് കൊടുക്കും. അന്നേരം അവർക്ക് F1 ചെയ്യാനുള്ള ഇതിനു വേണ്ടി. അപ്പൊ ആ F1 കഴിയുമ്പോഴാണ് അവർക്ക് ഫുള്ള് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ബൾഗേറിയയിലേക്ക് തിരിച്ചു വരാം. അപ്പോ അവിടെ 6th year കഴിഞ്ഞ ശേഷം 6th year കഴിഞ്ഞ ശേഷം ഗ്രാജുവേഷൻ നടക്കും. ഗ്രാജുവേഷനോടനുബന്ധിച്ച് അല്ലെങ്കിൽ ആ ഒരു 1-2 മാസം നമ്മൾ ഗ്രാജുവേഷന് വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പൊ ആ സമയം നമ്മൾ പേപ്പർ വർക്ക് എല്ലാം ചെയ്യും. GMC ആണെന്നുണ്ടെങ്കിൽ ജനറൽ മെഡിക്കൽ കൗൺസിൽ UK, ചിലർ ജർമ്മനി പോയി, ഞങ്ങളുടെ ജർമ്മൻ കോളീഗ്സ്, ഞങ്ങളോട് പഠിച്ചവർ ജർമ്മനി പോയി ചെയ്യുന്നുണ്ട്. ചില ഞങ്ങളുടെ ഫ്രണ്ട്സ് US ഇത് ചെയ്യുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. US ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അതിന്റെ സ്റ്റെപ്സ് എല്ലാം 3rd year അല്ലെങ്കിൽ 4th year തൊട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ USMLE 3 steps ചെയ്യുന്നത് ഉചിതമായിരിക്കും അവിടെ പോകുന്നവർക്ക്. ഇവിടുത്തെ ഫോർ എക്സാമ്പിൾ ഞാൻ UK താമസിക്കുന്നുണ്ട്. UK ഒരു റെസിഡന്റ് ആയതുകൊണ്ട് UK നമ്മൾ ആ 2 മാസം വെയിറ്റിംഗ് പീരീഡിൽ നമ്മൾ പേപ്പർ വർക്ക് തുടങ്ങും. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലെറ്റർ തരും, നമ്മൾ അപ്ലൈ ചെയ്യും. ചില ഇൻസ്റ്റൻസിൽ ഫോർ എക്സാമ്പിൾ എനിക്ക് എന്റെ ഗ്രാജുവേഷൻ തൊട്ട് മുമ്പേ ഒരു 2-3 ആഴ്ച മുമ്പ് എനിക്ക് ഫുൾ ലൈസൻസ് കിട്ടി. അവര് പ്രീ സർട്ടിഫിക്കറ്റ് തരും യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെയുള്ള ബെനിഫിറ്റ്സും
കാര്യങ്ങളും ഉണ്ട്. ബൾഗേറിയയിലൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ അവിടുത്തെ അപ്രോച്ചും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിലാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ഉടനെ ജോലികൾ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ അപ്പൊ വെയിറ്റ് ചെയ്യാം, ബൾഗേറിയയില് അല്ലെങ്കിൽ നമുക്ക് അപ്പൊ ബൾഗേറിയയിൽ നമ്മൾ MBBS കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഡയറക്റ്റ് UK വരാൻ പ്ലാബ് എഴുതേണ്ട ആവശ്യമില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. തൽക്കാലത്തെ റൂൾ അറ്റ് പ്രസന്റ് മൊമെന്റ് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഇല്ല, എനിക്കില്ലായിരുന്നു. സോ നമ്മൾ 2024 സംസാരിക്കുമ്പോൾ ഇപ്പം ഇല്ല, നിലവിലില്ല. പക്ഷേ ഇവിടെ UKMLA എന്ന് പറഞ്ഞൊരു പുതിയ എക്സാം അവർ കൊണ്ടുവരുന്നുണ്ട്. അത് പക്ഷെ ബൾഗേറിയ മാത്രം, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്ക്, അല്ലെങ്കിൽ വേറെ രാജ്യത്ത് നിന്ന് വരുന്നവർക്ക് മാത്രമല്ല, UK സ്റ്റുഡൻസും എഴുതി തുടങ്ങി. ഈ അടുത്ത വർഷം തൊട്ട് അവർ എഴുതി തുടങ്ങി. ഒൺലി തിങ് ഇസ് ബൾഗേറിയ അല്ലെങ്കിൽ EU കൺട്രിയിലുള്ളവർക്ക് തൽക്കാലം അവർ അത് എന്ന് തൊട്ട് തുടങ്ങണമെന്നുള്ളൊരു നിശ്ചിത സമയം വെച്ചിട്ടില്ല. അപ്പം ഒരുപക്ഷെ അത് അടുത്ത വർഷമായിരിക്കും, അതിന്റെ അങ്ങേ വർഷമായിരിക്കും. ചില റൂമേഴ്സ് ഉണ്ട്, ഇതൊക്കെ റൂമേഴ്സ് ആണ്. നമ്മൾ അത് കൺഫേം ചെയ്തിട്ട് പറയുന്നതാണ് നല്ലത്. അതിന് ബെസ്റ്റ് ഒന്നെങ്കിൽ നമ്മൾ വഴി ചോദിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ GMC ഇമെയിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. അറ്റ് പ്രസന്റ് നമുക്ക് ഡയറക്റ്റ് എൻട്രി ആണ് അല്ലേ? ഡയറക്റ്റ് എൻട്രി, ജസ്റ്റ് ഡയറക്റ്റ് അപ്ലൈ ചെയ്യോ. GMC അതിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് പറയും. നമ്മൾ അത് അതുപോലെ ഫോളോ ചെയ്തിട്ട് നമ്മൾ അതിന് ക്രൈറ്റീരിയ എല്ലാം മാച്ച് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിക്കുന്ന ബൾഗേറിയ എന്നൊക്കെ പഠിക്കുന്നവർക്കെല്ലാം ഇവിടെ ജോലി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ മറ്റുള്ള ഷെങ്കൻ കൺട്രീസിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിലോ? മറ്റുള്ള ഷെങ്കൻ കൺട്രീസിലും പോയതിന് കുഴപ്പമില്ല. GMCയുടെ ക്രൈറ്റീരിയ അനുസരിച്ച്, എന്റെ അറിവനുസരിച്ച് റൊമേനിയ പറ്റും, അർമേനിയ, ജോർജിയ, ലിത്വേനിയ, ചെക്ക് റിപ്പബ്ലിക് എന്നീ രാജ്യങ്ങളിലും സ്റ്റുഡൻസ് വരുന്നുണ്ട് പഠിക്കാൻ, അവിടെ പോകുന്നുണ്ട്. അവിടെ നിന്ന് തിരിച്ച് UK വന്ന് ജോലി ചെയ്യുന്ന എന്റെ ഫ്രണ്ട്സ്, കുറെ ഫ്രണ്ട്സ് എനിക്കറിയാം. അവർക്കും അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി UKMLAയുടെ എക്സാമിനെ കുറിച്ചാണ് വേവലാതി എന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും എഴുതണം. ഇറ്റ്സ് എ പ്ലേയിങ് ലെവൽ ഗ്രൗണ്ട്. സോ ഒരു ഡിസഡ്വാൻറ്റേജ് ഇല്ല അതിന്റെ അകത്ത്. അതല്ല ഞാൻ ചോദിച്ചത് എന്താ വെച്ചാൽ, ഇപ്പൊ ബൾഗേറിയൻ MBBS കഴിഞ്ഞിട്ട് നമ്മൾ അതർ ഷെങ്കൻ കൺട്രീസ് ഉണ്ടല്ലോ, റൊമാനിയ, അതുപോലെ അതാ ശരി. അപ്പൊ അതെങ്ങനെയാണ് അതിന്റെ ക്രൈറ്റീരിയ? അവരെ ലൈസൻസ് എക്സാം ഉണ്ടോ, അതല്ല ലാംഗ്വേജ് ടെസ്റ്റ് ക്ലിയർ ചെയ്താൽ മതിയോ? സോ ഇപ്പം ഫോർ എക്സാമ്പിൾ ജർമ്മനി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ജർമ്മൻ ഞങ്ങളുടെ കോളേജ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് വർക്ക് ചെയ്യുന്ന അവർക്ക് ഒബ്വിയസ്ലി ലാംഗ്വേജ് ഓൾറെഡി ഉണ്ടായതുകൊണ്ട് അവർക്ക് പ്രശ്നമൊന്നുമില്ല. അവർ ഡയറക്റ്റ് പോയി അവരുടെ ലൈസൻസ് അപ്ലൈ ചെയ്യുക, ജോലി ചെയ്യുക, അതേ ഉള്ളൂ അവിടുത്തെ. ഇപ്പൊ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ കുറച്ച് എക്സ്പീരിയൻസ് കിട്ടുന്നത് നല്ലതായിരിക്കും. 3rd ഇയർ 4th ഇയർ 5th ഇയർ ആ സമയത്ത് നമ്മുടെ സമ്മർ പ്രാക്ടീസ്, സമ്മർ പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിൽ ഗൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ CV അത് കാണിക്കാൻ പറ്റും. അപ്പൊ അവർക്ക് അത് കൂടുതൽ ബൂസ്റ്റപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എപ്പോഴും ഇതാവത്തുള്ളൂ. അപ്പം ജർമ്മനി പോയി വർക്ക് ചെയ്യാം, വേറെ രാജ്യത്ത് വർക്ക് ചെയ്യാം, ഈവൻ ബൾഗേറിയ വേണമെന്നുണ്ടെങ്കിൽ ബൾഗേറിയ വർക്ക് ചെയ്യാം. എന്നോട് അവിടുത്തെ ഒരു ഡോക്ടർ എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു, എന്റെ ഒരു ഡോക്ടർ, നിനക്ക് വേണമെങ്കിൽ ഇന്റേണൽ മെഡിസിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇവിടെ തന്നെ എടുക്കുക. അതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ ലാംഗ്വേജ് പഠിക്കുക. അതിന്റെ പ്രൊസീജിയർ എങ്ങനെ ജസ്റ്റ് ഒന്ന് പറയാം ഡോക്ടർ, എങ്ങനെയാണെന്നുള്ളതൊന്ന്? അപ്പൊ അവിടെ ഒരു സ്റ്റുഡൻസ് ഇപ്പൊ അവിടെ MBBS കഴിഞ്ഞു, അവിടെ തന്നെ മാസ്റ്റർ ചെയ്യാൻ താല്പര്യമുണ്ട് ബൾഗേറിയ തന്നെ, അങ്ങനെ മാസ്റ്റർ ചെയ്തിട്ട് അവിടെ പ്ലേസ്മെന്റും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ. സോ യൂഷ്വലി അങ്ങനെ ആരും ചെയ്യാറില്ല. എന്റെ അറിവിൽ ഒരു ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തി മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അതിന് നമ്മൾ ബൾഗേറിയൻ ഫ്ലുവൻസി വേണം. ഫ്ലുവൻറ്റ് ലാംഗ്വേജിൽ അവർ എനിക്ക് തോന്നുന്നു ലാംഗ്വേജ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ സാധാരണ നമ്മൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നടക്കുന്ന പറഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ട് ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുക, അപ്ലൈയിങ് ഫോർ എ ട്രെയിനിങ് ജോബ്. അപ്പൊ നമ്മൾ ജോലി ചെയ്യുക, ലൈക്ക് ബേസിക് ജോലികൾ എല്ലാവരും പറഞ്ഞു തരും, അത് ചെയ്യുക. അതിനോടനുസരിച്ച് നമ്മൾ ട്രെയിൻ ചെയ്യുക അടുത്ത ഒരു ലെവലിലേക്ക് പോകാൻ വേണ്ടി. അപ്പൊ ആ ഇന്റേണൽ മെഡിസിന്റെ കാര്യം പറഞ്ഞത് അവരവിടെ ഒരു ജോലിയായിട്ട് അത് നമുക്ക് തരും. അപ്പൊ നമ്മൾ ബോഡി പോയി പേഷ്യന്റിനെ കാണാൻ, നമ്മൾ എല്ലാ കാര്യങ്ങളും ബേസിക് ആയിട്ടുള്ള ചെയ്യണം. അറ്റ് ദ സെയിം ടൈം നമുക്കൊരു കൺസൾട്ടന്റ് അല്ലെങ്കിൽ നമുക്കൊരു രജിസ്ട്രാർ അല്ലെങ്കിൽ നമുക്കൊരു സൂപ്പർവൈസർ ഉണ്ട്, നമ്മൾ എപ്പോഴും സൂപ്പർവൈസ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ഇന്ന കോഴ്സ് ചെയ്യണം, ഇന്നതുപോലെ ചെയ്യണം, ഇന്നതുപോലെ നിങ്ങൾ പ്രോഗ്രസ് ചെയ്യണമെന്ന് പറഞ്ഞു തരാനും ആൾക്കാരുണ്ട്. അപ്പൊ അവിടുത്തെ ഒരു ജോലിയായിട്ട് അത് അപ്ലൈ ചെയ്യുക. അവിടുത്തെ ലാംഗ്വേജും വേണം. ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാം. PG അപ്ലൈ ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെയാണ്, PGക്ക് അപ്ലൈ ചെയ്യണോ? PG ബെസ്റ്റ്, ഞാനത് പറഞ്ഞോളെ, ബെസ്റ്റ് ഇപ്പൊ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു PG നമ്മൾ സ്പെസിഫിക്കലി അപ്ലൈ ചെയ്യുമോ ഒരു ടീച്ചിങ് പോലെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റേൺ കൺട്രീസിൽ ഫൗണ്ടേഷൻ ഇയർ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ UK എനിക്ക് അറിയാവുന്ന UK ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യും. ഫൗണ്ടേഷൻ ഇയർ 1, ഫൗണ്ടേഷൻ ഇയർ 2, അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പെഷ്യാലിറ്റി ട്രെയിനിങ്, അങ്ങനെ നമ്മൾ ഓരോ ലെവൽ കയറി നമ്മൾ ഫൈനൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ കൺസൾട്ടന്റ്.
ഓക്കെ. അപ്പോ ആ ഇതിനെ റീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് മെഡിക്കൽ സ്കൂൾ കഴിഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ ഇയർ 1. ഓക്കെ. അത് നമ്മൾ ഓൾറെഡി ബൾഗേറിയയിൽ 6th ഇയർ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് ചെയ്തു. ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. ആം, അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാം, ഈ ഫൗണ്ടേഷൻ ഇയർ നമ്മൾ അവിടെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഫുൾ ലൈസൻസ് കിട്ടുന്നുണ്ട്. ഇവിടെ വന്ന് നമ്മൾ ഫൗണ്ടേഷൻ ഇയറിന്റെ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ചില സമയത്ത് ബുദ്ധിമുട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ബുദ്ധിമുട്ടാണ് കിട്ടാൻ. കാര്യം നമ്മൾ ഓവർ ക്വാളിഫൈഡ് ആ ഒരു പൊസിഷന് വേണ്ടി ഓ ഓ ഫൗണ്ടേഷൻ ഇയർ 1 എന്ന് പറയും. പക്ഷെ ഓക്കെ. എന്നും പറഞ്ഞ് കിട്ടാതിരിക്കുന്നില്ല, കിട്ടുന്നുണ്ട്, ഇഷ്ടംപോലെ കിട്ടുന്നു. ലോക്കൽ ജോബ്സും കാര്യങ്ങളും ഉണ്ട്, ഇല്ലെന്നല്ല. ഓക്കെ. ആം, അത് കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ ഇയർ 2. ഉം. ആ ഇതിനിടയ്ക്ക് നമ്മൾ ഓരോ നമ്മുടെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മുടെ സൂപ്പർവൈസറും കൂടെ സൈൻ ഓഫ് ചെയ്യണം. അതിനൊരു ക്രസ്റ്റ് ഫോം എന്ന് പറയുന്നത്, ആ ക്രസ്റ്റും ഫോമും കാര്യങ്ങളും നമ്മുടെ ഫൗണ്ടേഷൻ ഇയർ 2 കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ അടുത്ത സ്പെഷ്യാലിറ്റിയുടെ എക്സാമോടെ കഴിഞ്ഞാൽ നമുക്ക് IMT അല്ലെങ്കിൽ ഇന്റേണൽ മെഡിസിൻ ട്രെയിനിങ് അല്ലെങ്കിൽ GP ട്രെയിനിങ് അങ്ങനെയൊക്കെയുള്ള ഓരോ ഡയറക്ഷനിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ഇവിടെ യൂഷ്വലി വർക്ക് ചെയ്യുന്നത്. അതിന്റെ മുന്നേ ആണോ നമ്മൾ GMC ചെയ്യുന്ന? അതിന്റെ മുമ്പാണ് അല്ലേ ഫൗണ്ടേഷൻ? GMC ചെയ്യുന്ന അതിനു മുമ്പ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെഡിക്കൽ സ്കൂൾ കഴിഞ്ഞ ഉടനെ ഇപ്പം ബൾഗേറിയ അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്നൊക്കെ വരുന്നവര് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്റർനാഷണലി വരുന്നവര് നമ്മൾ GMCക്ക് അപ്ലൈ ചെയ്യണം. GMCക്ക് അപ്ലൈ ചെയ്താലേ നമുക്ക് ലൈസൻസ് ടു പ്രാക്ടീസ് പറ്റത്തുള്ളൂ. വേറെ UK പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ ഇയർ 1 പ്രൊവിഷണൽ ലൈസൻസ് മതി. ഇപ്പൊ നമ്മൾ ഏത് ജോലിക്ക് ചുമ്മാ കയറി ഓൺലൈൻ നോക്കിയാൽ മതി, അപ്ലൈ ചെയ്യുമ്പോൾ അവർ ചോദിക്കും ഡു യു ഹാവ് ഫുൾ GMC ലൈസൻസ് ഓർ ഡു യു ഹാവ് പ്രൊവിഷണൽ ലൈസൻസ് ചോദിക്കും. പ്രൊവിഷണലിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഫുള്ളിനാണെങ്കിൽ നമുക്ക് ആ ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ല. അതിനനുസരിച്ച് നമുക്ക് ആ ഒരു ജോബ് റെസ്പോൺസിബിലിറ്റി തരും. എന്നതിന് ശേഷം ഈവൻ നമ്മളൊരു ജോലിക്ക് എൻട്രി ചെയ്ത ശേഷം വേണമെങ്കിൽ PGക്ക് വേണ്ടിക്ക് അപ്ലൈ ചെയ്യാം അല്ലെ? അങ്ങനെയല്ലേ വരുന്നത്? അപ്ലൈ ചെയ്യാം, അങ്ങനെ യൂഷ്വലി ഇവിടെ നടക്കുന്നത്. ഓക്കെ ഓക്കെ. PGക്ക് നമ്മൾ ഏതാണോ പിന്നെ സ്ട്രീം ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ സ്ട്രീം ഉള്ള ഹോസ്പിറ്റലിലാണോ അപ്ലൈ ചെയ്യുക? അതോ നമുക്കത് അതും ഇതുപോലെ തന്നെ നമ്മൾ ഒരു പ്രോസസ് ഉണ്ട്. നമ്മൾ ആദ്യമേ ഒരു എക്സാം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എക്സാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാർക്കിനനുസരിച്ച് അവർ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മൾ ഇത് ഇൻ കണക്ഷൻ വിത്ത് ഫൗണ്ടേഷൻ പ്രോഗ്രാം ആണ്. യൂഷ്വലി സ്റ്റാൻഡ് അലോൺ ഫൗണ്ടേഷൻ പ്രോഗ്രാം ആണ്. നമ്മൾ തന്നെ ചെയ്യണം പ്രോസസ്സിങ്. ഇപ്പം ഓൺലൈനിൽ ഓറിയോൾ എന്നൊക്കെ പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ട്, ഞാനിപ്പോ അത് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആ പ്രോഗ്രാമിൽ കൂടെ നമുക്ക് ജോലി അപ്ലൈ ചെയ്യുന്ന പോലെ പലയിടത്തും ഡീനറീസിന് അപ്ലൈ ചെയ്യാം, പല റീജിയൻസിന് അപ്ലൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ സ്കോട്ട്ലൻഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്ലാസ്ഗോ ഏരിയയിൽ താമസിക്കുന്നുണ്ട്. ഗ്ലാസ്ഗോ ആൻഡ് ഗ്രേറ്റർ ക്ലൈഡ് എന്ന് പറഞ്ഞ ഏരിയ. ഇപ്പം മാഞ്ചസ്റ്റർ ആണെങ്കിൽ മാഞ്ചസ്റ്റർ ഏരിയ, അവിടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മാർക്കിന് അല്ലെങ്കിൽ നമ്മുടെ ആ എക്സാമിന്റെ മാർക്കിനനുസരിച്ച് അവർ നമ്മളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ തരും. ഇന്റർവ്യൂവിന്റെ മാർക്ക് അനുസരിച്ച് അവർ നമ്മളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അതായത് നമ്മുടെ പ്രയോറിറ്റി എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് ക്വാളിഫൈഡ് ആണോ എന്ന് നോക്കും. അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് അവർ തരും. അപ്പൊ നമ്മൾ കുറച്ച് മൂവ് അബൌട്ട് ചെയ്യേണ്ടി വരും ആദ്യത്തെ ഒരു 1-2 വർഷം. പക്ഷെ അതൊന്നും ഒരു ബിഗർ സ്കെയിൽ അല്ലെങ്കിൽ ബിഗർ പിക്ചറിൽ നോക്കുമ്പോൾ അതൊന്നും ഒരു വലിയ ഇതായിട്ട് തോന്നുന്നില്ല. ഇറ്റ് ഈസ് എ ലിറ്റിൽ ഡിഫിക്കൽട്ട് ടു ഗ്രാസ്പ് ദീസ് ഐഡിയോളജി ഓർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദീസ് ലെവൽസ് ഓഫ് ദീസ് ക്രൈറ്റീരിയസ്. പക്ഷെ അത് പോകുമ്പോഴേ നമുക്കത് പ്രോപ്പർലി മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ബൾഗേറിയയിൽ നിന്ന് ഡയറക്റ്റ് എൻട്രി ആണ് അയർലാൻഡിലേക്ക്. അത് ശരിയാണോ? അത് ശരിയാ. അത് കാര്യം EU കൺട്രി ആയതുകൊണ്ട് രണ്ടും EU ഇതിനകത്ത് കിടക്കുന്നുണ്ട്. നമുക്ക് ഡയറക്റ്റ് പോയി അപ്ലൈ ചെയ്ത് അവിടെ ജോലി ചെയ്യാം. പിന്നെ ഓരോ എക്സ്പീരിയൻസിനനുസരിച്ചായിരിക്കും ഓരോ ജോലികളുടെ അല്ലെങ്കിൽ ഓരോ ഹോസ്പിറ്റൽസും നമ്മളെ എടുക്കുന്നത്. നമ്മുടെ CV ബൂസ്റ്റപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും മെഡിക്കൽ സ്കൂളിൽ അല്ലെങ്കിൽ മെഡിക്കൽ കഴിയാറാം എന്റെ ഒരു സജഷൻ. അതെങ്ങനെയാ ബൂസ്റ്റപ്പ് ചെയ്യാ? മീൻസ് നമ്മള് സോ നമുക്ക് ഫോർ ഷുവർ ഇപ്പം എന്റെ അറിവിൽ ബൾഗേറിയയിൽ പല കോഴ്സസും നടക്കുന്നുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ALS, അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട്, അത് നല്ലതാണ്. ഇപ്പൊ നമ്മൾ സാധാരണ ഫസ്റ്റ് എയ്ഡിനെ കാട്ടി നല്ല അഡ്വാൻസ്ഡ്, ഇച്ചിരി കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യം അത് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഈ ഓരോ ഹോസ്പിറ്റൽസ് ക്ലിനിക്കൽ ഓഡിറ്റ്, ഇപ്പൊ ഞാൻ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. റീസെർച്ച് പ്രോഗ്രാംസിന് ചെയ്തിട്ട് പബ്ലിക്കേഷൻസ്, പേപ്പർ, ജേർണൽസ്, അതിനൊക്കെ ഇവിടെ UK നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അത് ഈ 6 വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെയാണോ അതോ 6 വർഷം കഴിഞ്ഞ ശേഷം? നമുക്ക് എപ്പോ വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ ഞാനാണെങ്കിൽ എന്റെ BLS-ഉം ILS-ഉം ഇപ്പം ഒരു 2-3 മാസം മുമ്പ് GMC കിട്ടി കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. കാര്യം ഞാൻ അങ്ങനെ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. ബട്ട് അത് നേരത്തെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ അതിന് നമ്മുടെ അഡ്വാൻറ്റേജസ് ആയിരിക്കും.
CV യിൽ കാണിക്കാനും അതിലുപരി നമുക്കൊരു ജോബിന്റെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ പറയാം, ഓക്കെ, ഐ ഹാവ് ദിസ് എമൗണ്ട് ഓഫ് എക്സ്പീരിയൻസ്, ഇത്ര വർഷം ഞാൻ ഇതിനു മുമ്പാണ് ALS ചെയ്ത്, ഞാൻ അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു എന്നൊക്കെ ഉള്ളത് നമുക്ക് പറയാനും പറ്റും. പിന്നെ റീസെർച്ച് പ്രോഗ്രാംസ്, അത് വെസ്റ്റേൺ കൺട്രീസിലെ ഒരു വലിയൊരു സംഭവം. അത് US-ലും പോകുന്നവർക്ക് നല്ലതായിരിക്കും. USMLE എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പിലോ ഏതോ ഒരെണ്ണത്തിന്റെ അകത്ത് അവർ ഇങ്ങനെ ചോദിക്കുന്നു, ഡു യു ഹാവ് എനി എക്സ്പീരിയൻസ് ഇൻ റീസെർച്ച് ആൻഡ് പേപ്പർ പബ്ലിക്കേഷൻസ്. അപ്പം നമ്മൾ ബൾഗേറിയ യൂണിവേഴ്സിറ്റി തന്നെ പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ ഓരോ പ്രൊഫസേഴ്സിനോട് ചോദിച്ചാൽ അവര് റീസെർച്ചിന്റെ പാർട്ടായിരിക്കും. അപ്പം ക്യാൻ ഐ ബി എ പാർട്ട് ഓഫ് യുവർ റീസെർച്ച് പ്രോഗ്രാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് ഡെഫിനറ്റ്ലി അത് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ നമ്മളെ CV-യിൽ ആഡ് ചെയ്യാൻ പറ്റും അല്ലേ? CV-യിൽ ആഡ് ചെയ്യാൻ പറ്റും ഫോർ ഷുവർ. പിന്നെ പ്രസന്റേഷൻസ്, എവിടെയെങ്കിലും മെഡിക്കൽ കോൺഫറൻസ് നടക്കുന്നുണ്ടെങ്കിൽ ആ റീസെർച്ച് പ്രോഗ്രാമിൽ പോയി അതിന്റെ പ്രസന്റേഷൻ ചെയ്തെന്ന് നമുക്ക് കാണിക്കാമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷോസ് യുവർ ലീഡർഷിപ്പ് ക്വാളിറ്റി ആൻഡ് ടു ദ ഫാക്ട് ഇറ്റ് ഷോസ് ദാറ്റ് യു വർ സ്റ്റാഗ്നന്റ്, യു വർ എന്താ പറയുന്നത്, പ്രോആക്റ്റീവ് ആയിരുന്നു നമ്മുടെ പഠനത്തിൽ. നമ്മൾ സ്റ്റുഡിയസ് ആയിട്ട് പഠിക്കുന്നത് മാത്രമല്ല, നമ്മൾ റീസെർച്ചിനും മറ്റു കാര്യങ്ങൾക്കും നമ്മൾ ഇച്ചിരൂടെ അഡ്വാൻസ്ഡ് ആണെന്ന് നമുക്ക് നമ്മുടെ CV-കകത്ത് കാണിക്കുന്നു. ആക്ച്വലി ചുരുക്കി പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് തന്നെ കൂടുതൽ എഫേർട്ട് ഇടാൻ തയ്യാറാവണം. ആബ്സല്യൂട്ട്ലി അത് തന്നെ. മെയിൻലി യൂറോപ്യൻ കൺട്രികളിലെല്ലാം തന്നെ മെഡിസിൻ മറ്റുള്ള കൺട്രിയെ പോലെയല്ല, ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ നല്ല ഉണ്ടാവും കേട്ടിട്ടുണ്ട് അല്ലേ? 100%. എനിക്ക് തോന്നുന്നത് എന്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഐഡിയ വെച്ച് ഇന്ത്യയിൽ യൂഷ്വലി നമ്മൾ സ്റ്റുഡീസ് ആയിട്ട് ക്ലാസ്സിൽ പോവുക, ലൈക്ക് പഠിക്കുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രാജുവേറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രോഗ്രാം നോക്കുക, പക്ഷെ സ്റ്റെപ്പ് ആലോചിക്കുക. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിൽ നമ്മൾ സ്കൂൾ തൊട്ടേ നമ്മൾ സ്ട്രീം ലൈൻ നമുക്ക് സ്കൂളിന് മുമ്പ് കുറെ ഐഡിയസ് ആണ്, അത് കഴിഞ്ഞാൽ സ്ട്രീം ലൈൻ ചെയ്യും. മെഡിസിൻ വരുമ്പോൾ അതിന് സ്ട്രീം ലൈൻ ചെയ്യും. നമ്മൾ ഏത് ഡയറക്ഷനിൽ പോകണോ, ഇപ്പം ഫോർ എക്സാമ്പിൾ കാർഡിയോളജി പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ജനറൽ ആയിട്ടാണ് 6 years പഠിക്കുന്നത്. പക്ഷെ നമ്മൾ എന്താണ് താല്പര്യപ്പെടുന്നത് എന്നുള്ളത് ആദ്യമേ ചിന്തിച്ച് അതിനനുസരിച്ച് റീസെർച്ച്, അതിനനുസരിച്ച് പ്രോഗ്രാംസ് നോക്കുക. നമുക്ക് ഇഷ്ടംപോലെ ഇത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇഷ്ടംപോലെ ഓൺലൈനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒത്തിരി ഉണ്ട്. പിന്നെ നമ്മളോടൊക്കെ ചോദിക്കാനും പറ്റുമല്ലോ, അപ്പം ഇൻഫർമേഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ പൊതുവെ ഇപ്പോൾ നമ്മൾ MBBS പഠിക്കുകയാണ് എങ്കിൽ ഏകദേശം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ ഏറ്റവും നല്ലത് യൂറോപ്യൻ കൺട്രി തിരഞ്ഞെടുക്കുന്നതാണ് പൊതുവെ നല്ലതെന്നാണ് ഡോക്ടർ പറയുന്നത് അല്ലേ? 100%. എന്റെ എക്സ്പീരിയൻസ്, ഞാൻ UK-യിൽ ആക്ച്വലി ഒരു ഡിഗ്രി ചെയ്ത, ഐ എം എ ഡിഗ്രി ഹോൾഡർ ഇൻ ഫാർമക്കോളജി, BC ഓണേഴ്സ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് യൂറോപ്പ് എനിക്ക് ട്രാവൽ ചെയ്ത് പഠിക്കണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ റിസർച്ച് ചെയ്തപ്പോൾ ബൾഗേറിയ വാസ് എ ഗുഡ് ഓപ്ഷൻ, ആസ് വെൽ ആസ് ഫൈനാൻഷ്യലി നല്ലൊരു സ്ഥലമാണ് നമുക്ക് ലിവ് ചെയ്യാനും പോവാനും വരാനും ഒക്കെ. ഞാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് വാർണ, അതൊരു ബ്ലാക്ക് സീ കോസ്റ്റിലുള്ള, ഞങ്ങൾക്ക് ആക്ച്വലി 10 minutes ഉള്ളൂ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി മെയിൻ ബിൽഡിംഗിൽ ബീച്ചിലോട്ട് പോകാനായിട്ട്. സോ ഇറ്റ്സ് ബ്ലാക്ക് സീ കോസ്റ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് വാർണ എന്ന് പറയും. നല്ല അക്കാഡമിക്സും കാര്യങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞു അല്ലേ? 100%. അവിടെ ഓർഗനൈസേഷൻ വൈസ് അവർ നല്ലോണം പഠിപ്പിക്കും, കാര്യങ്ങളെല്ലാം പഠിപ്പിക്കും. ഓരോ പ്രാക്ടിക്കൽസും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. തിയറി മോസ്റ്റ്ലി തിയറിയാണ്, പക്ഷെ പ്രാക്ടിക്കൽസും ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ നമ്മൾ കുറച്ച് എഫോർട്ട് ഇടണം. നമ്മൾ പ്രൊഫസേഴ്സിനോട് അല്ലെങ്കിൽ ഡോക്ടേഴ്സിനോട് പോയി, ഓക്കെ, വീക്കെൻഡിൽ ഞാൻ വന്ന് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ എന്റെ ഫ്രീ ടൈമിൽ ഞാൻ നിങ്ങളോട് വന്നൊന്ന് ഷാഡോ ചെയ്തോട്ടെ എന്നൊക്കെ നമ്മൾ കുറച്ച് എഫോർട്ട് ഇടണം. ജസ്റ്റ് പഠിക്കാൻ പോവാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഫോർ ഷുവർ, ബട്ട് ദാറ്റ് വിൽ അഫക്ട് യു ലേറ്റർ ഓൺ. അത് CV-യിലൊക്കെ ബാധിക്കും. അതെ, അത് ഞാനെന്ന് വെച്ചാൽ പോളണ്ടിൽ നമ്മൾ സ്റ്റുഡന്റ് പഠിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻസ് ചോദിച്ചപ്പോൾ സ്റ്റുഡൻസ് പറഞ്ഞു, ഈവൻ നമുക്ക് ക്ലിനിക്കൽ റൊട്ടേഷൻ വരെ നമ്മൾ തന്നെ കണ്ടെത്തണം, നമ്മൾ തന്നെ റിസർച്ച് ചെയ്ത് നമ്മൾ തന്നെ എവിഡൻസ് കണ്ടെത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ അത്രക്കും എഫേർട്ട് ഇടാനുണ്ട്. നല്ലോണം പഠിക്കുന്ന സ്റ്റുഡൻസ് മാത്രമേ ഇങ്ങനത്തെ കൺട്രികൾ ചൂസ് ചെയ്തിട്ട് കാര്യമുള്ളൂ എന്നാണ് പൊതുവെ എൻ്റെ ഒരു അഭിപ്രായം അല്ലേ? 100%. അത് ഞാനൊരു നെഗറ്റീവായിട്ട് പറയുമല്ല, പക്ഷെ ജസ്റ്റ് പഠിച്ചു പോകാമെന്ന് പ്ലാൻ ചെയ്ത് വന്ന് പലരും ഡ്രോപ്പ് ഔട്ട് ആയി പോയത് എനിക്ക് അറിയാം. അത് നമ്മൾ ഇപ്പൊ എന്റെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു പോകാനായിട്ടുള്ള രീതിയല്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇൻഡിപെൻഡന്റ് അവിടെ താമസിക്കുന്നു. വി ആർ ഗോയിങ് ടു ബി ഇൻഡിപെൻഡന്റ്, വി ആർ ഗോയിങ് ടു ലേൺ ഹൗ ടു ബി ഇൻഡിപെൻഡന്റ്. അറ്റ് ദ സെയിം ടൈം വി ഹാവ് ടു ടേക്ക് സം എഫർട്ട് into building our profile. That's what I will say. അങ്ങനെ ആയിരിക്കും ഞാൻ പറയാം. നമ്മുടെ ഒരു പ്രൊഫൈൽ, നമ്മുടെ കരിയർ പ്രൊഫൈൽ. അപ്പൊ നമ്മൾ എഫർട്ട് ഇടുക. പിന്നെ ഈ റൊട്ടേഷന്റെ കാര്യങ്ങൾ, സമ്മർ പ്ലേസ്മെന്റ്സ് ഉണ്ട്. 3rd year-ഉം 4th year-ഉം കഴിയുമ്പോൾ സമ്മർ പ്ലേസ്മെന്റ്സ് ഉണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് 3rd year ഒക്കെ ആയപ്പോൾ കോവിഡ് ആയി. അപ്പൊ ഞങ്ങൾ ഡബിൾ ടൈം ചെയ്യേണ്ട വന്നു 4th year ആയപ്പോൾ.
പ്ലേസ്മെന്റ്സ്. അത് നമുക്ക് അവിടെ തന്നെ അവര് റെഡിയാക്കി തരും, അവിടുത്തെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ. അതല്ല നമുക്ക് വേറെ എവിടെയെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനും ഓപ്ഷൻ ഉണ്ട്. യൂണിവേഴ്സിറ്റി നേരത്തെ പറയും, നിങ്ങൾ അത് ഞങ്ങളോട് പറയുക, ലെറ്റർ തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും ചെയ്യും. ഇപ്പൊ അത് ജർമ്മനിയിലാണെങ്കിൽ, ഇന്ത്യയിലാണെങ്കിലും, UK ആണെങ്കിലും, അമേരിക്കയിലും എവിടെ വേണമെങ്കിലും ചെയ്യാം അത്. പക്ഷേ യൂറോപ്പിലെല്ലാം സിക്സ് ഇയർ നമ്മൾ അവിടെ തന്നെ ചെയ്യണമെന്നുണ്ട്. അവിടെ തന്നെ ചെയ്യണം. ചില ഡിപ്പാർട്ട്മെന്റ് അല്ല ചില ഡിപ്പാർട്ട്മെന്റ് ചെയ്യാം. ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം ആണല്ലോ യൂറോപ്പ് എല്ലാ കൺട്രികളിലും അങ്ങനെയാണല്ലോ അല്ലേ, CTS. അതുകൊണ്ട് ട്രാൻസ്ഫറിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരു ഇറാസിമസ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ട്. അത് എന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതിന്റെ അകത്ത് നമുക്കിപ്പം പറയാനുള്ള സമയമില്ല. അത് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ചില ഫ്രണ്ട്സ് അവര് നമ്മുടെ യൂണിവേഴ്സിറ്റിയുമായിട്ട് ടൈപ്പ് ഉള്ള യൂണിവേഴ്സിറ്റി വേറെ രാജ്യങ്ങളിൽ കാണും. അപ്പൊ അതും നമുക്കൊരു എക്സ്പീരിയൻസ്, അതും നമ്മുടെ CV കാണിക്കുന്ന ഒരു എക്സ്പീരിയൻസ്. ഓക്കെ, ഞാൻ എന്റെ സ്റ്റഡീസ് മാത്രമല്ല, ഞാൻ വേറൊരു കൺട്രി പോയി, അവിടുത്തെ സിസ്റ്റവും എനിക്ക് മനസ്സിലായി. അപ്പൊ അതിനൊക്കെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫണ്ട് തരും. നമ്മൾ അതിന് ക്വാളിഫൈ ആവണം. അതിന് ചില ക്രൈറ്റീരിയകളുണ്ട്, നമ്മുടെ മാർക്കും അറ്റൻഡൻസ് കാര്യങ്ങളൊക്കെ കുറച്ച് ക്രൈറ്റീരിയ. അതൊക്കെ നോക്കിയത് ഇറാസിമസ് എന്ന അതിന്റെ ആ പ്രോഗ്രാമിന്റെ പേര്. അത് നമ്മൾ ചെയ്യുന്നതല്ല, അത് യൂണിവേഴ്സിറ്റിയും യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഒരു ടൈപ്പ്, അതിന്റെ ഒരു അവരുടെ ഒരു പ്രോഗ്രാം. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ട്. അതൊക്കെ ഇൻവോൾവ് സ്റ്റുഡൻസ് പ്രോആക്റ്റീവായിട്ട് ഇൻവോൾവ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ദ പ്രൊഫൈൽ. ഓക്കെ, ഗുഡ്. അപ്പോൾ താങ്ക് യു ഡോക്ടർ, കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ പൊതുവേ നമ്മൾ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ MBBS പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പല കൺട്രികളും അവൈലബിൾ ആണ്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 25 lakhs മുതൽക്ക് 1 CR അബോവ് എക്സ്പെൻസ് വരുന്ന കൺട്രികളെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ചില ആളുകൾക്ക് ധാരണ ഉണ്ടാവും ഇത്രയും എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നതിൽ എന്താണ് നമുക്കൊരു ബെനിഫിറ്റ്. കാരണം രണ്ടും MBBS ആണല്ലോ. പക്ഷെ അത് ഡിഫറെന്റ് ആണ് എന്നുള്ളത് ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതും അവിടുന്ന് പഠിച്ച് ഇപ്പൊ അറ്റ് പ്രസന്റ് UK ജെയിംസ് രജിസ്ട്രേഷൻ കിറ്റ് ഡോക്ടർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ അത് ആളുകൾക്ക് ഒന്നുകൂടെ കൺവിൻസ്ഡ് ആവും. ഓക്കെ, ഇതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ഇതുപോലത്തെ ഇങ്ങനെ ബൾഗേറിയയിലോ അതെല്ലാം മറ്റുള്ള കൺട്രികളിലൊക്കെ MBBS പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടുക. അതിന്റെ ഫുൾ അസിസ്റ്റൻസ് അഡ്മിഷൻ മുതൽക്ക് അത് കഴിഞ്ഞിട്ടും ഇപ്പോൾ MBBS എന്നുള്ള ജസ്റ്റ് ഒരു കോഴ്സ് മാത്രം പഠിച്ചുകൊണ്ട് ഒന്നും ആവില്ല അല്ലെ ഡോക്ടർ? ഇല്ല 100%. അത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞതുപോലെ അത് ആ ഒരു മെയിൻ പോയിന്റ് ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എൻകറേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. MBBS ജസ്റ്റ് ഒരു ഇംഗ്ലീഷിൽ ഒരു ഫ്രേസ് ഉണ്ട്, ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ്. ദാറ്റ്സ് ഓൾ. അത് ജസ്റ്റ് തുടക്കമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒത്തിരി നമ്മൾ ചെയ്യാനുണ്ട്. അപ്പം അത് പ്രിപ്പയർ ആവുക അതിനുവേണ്ടി. ഇറ്റ്സ് ആൻ ഇൻവെസ്റ്റ്മെന്റ്, ഇറ്റ്സ് എ ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെന്റ്. ഫൈനാൻഷ്യലി പേരൻസ് അല്ലെങ്കിൽ ഫാമിലി കൊടുക്കും, അല്ലെങ്കിൽ അവർ തന്നെ സെൽഫ് ഫണ്ടഡ് ആണെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് ഇൻവെസ്റ്റ്മെന്റ്. ആദ്യമേ കുറച്ച് സ്ട്രഗിൾ കാണും, ബട്ട് ഇഫ് യു ആർ വില്ലിംഗ് ടു പുട്ട് ഇൻ ദ എഫർട്ട്, ഇറ്റ്സ് വെരി ബെനിഫിറ്റിംഗ് ആൻഡ് സാറ്റിസ്ഫൈങ്. കാരണം വെച്ചാൽ എഫേർട്ട് ഇടുക എന്നുള്ളത് MBBS ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ആജീവനാന്ത സ്റ്റുഡന്റാ. കഴിയുന്നത് വരെ സ്റ്റുഡന്റാണ്. നമുക്ക് റിട്ടയർമെന്റ് ഇല്ല അതിനകത്ത്. അപ്പൊ അത്രക്കും എഫേർട്ട് ഇടാനും അതുപോലെ സർവീസ് മെന്റാലിറ്റിയും ഉള്ള ആളുകൾ മാത്രം ചൂസ് ചെയ്യേണ്ട ഒരു കോഴ്സ് ആണ് MBBS. അപ്പോൾ താങ്ക് യു ഡോക്ടർ, ഒന്നുകൂടെ താങ്ക് യു പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് വളരെ ഉപകാരം. അപ്പോൾ ആർക്കെങ്കിലും ഇനി അത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനോ ഒക്കെ ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക. അതുപോലെ നമ്മൾ ഫോളോ ചെയ്യുക, കാരണം ഇതുപോലത്തെ ഡിസ്കഷൻസും അതുപോലെ ഡീറ്റെയിൽസും അറിയാൻ ഫോളോ അപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഡോക്ടർ. താങ്ക് യു.